അയ്യപ്പനോട് ഉണ്ടല്ലോ മഹാശക്തിയായിട്ടുള്ള അയ്യപ്പനും പിന്നെ മഹാദേവതയായിട്ടുള്ള മറ്റേ മാളികപ്പുറത്തമ്മ തൊട്ടപ്പുറത്തായിട്ട് പുള്ളിയുടെ പുറകിലായിരിക്കുന്നത്. പുള്ളി കണ്ട പ്രശ്നം. എന്തൊക്കെ വിചിത്രമായ ദൈവങ്ങളാണ് നമ്മുടെ. മാളികപ്പുറത്തമ്മ ഇടത് സൈഡിൽ പുറകിലായിരിക്കുന്നത്, ഈ പുള്ളി ഫ്രണ്ടിലേക്ക് നോക്കിയായിരിക്കുന്നത്. കണ്ടുപോയാൽ അന്നേരം പുള്ളിയുടെ നൈഷ്ഠിക ബ്രഹ്മചര്യം തകർന്നു പോവുകയും പുള്ളി അക്ഷരാർത്ഥത്തിൽ ഒരു ബലാത്സംഗ വീരനായി മാറുകയും ചെയ്യുമെന്നാണ് ഈ പറയുന്ന കാര്യം. ഇത്രയും ബോധക്കേടുള്ള മനുഷ്യർക്ക് ഒരു അമ്പലമൊക്കെ പണിത് കൊടുത്താൽ കാശ് വീഴും. ഇത്രയേ ഉള്ളന്നേ, ബോധക്കേടാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ജയിലിൽ ഒരു അമ്പലം പണിയാനുള്ള ഏർപ്പാട് ചെയ്യും. സണ്ണിയം കാപ്പിക്കാരൻ ഇദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത് വരേണ്യ സവർണ ഹിന്ദുവിനെതിരാണെന്നാണ്. പക്ഷേ ഒരിക്കലുമല്ല. കേരളത്തിലെ പൊതു ഹിന്ദുവിനെതിരാണ് ഇദ്ദേഹത്തിന്റെ പ്രവണത. ശബരിമല എന്നത് കേരളത്തിന്റെ പൊതുവികാരമാണ്. ശബരിമലയെക്കുറിച്ച് ഇങ്ങനെ ഇദ്ദേഹം വിഷം തുപ്പണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ പിന്നിൽ തീവ്ര ഇസ്ലാമിക ചില സംഘടനകളുടെ പിന്തുണയുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ്. വെറുതെയല്ല കോൺഗ്രസ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാത്തത്. ഇങ്ങനെ വിഷം തുപ്പുന്ന വ്യക്തിക്ക് സീറ്റ് കൊടുത്താൽ നാളെ ജയിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന് അതൊരു ബാധ്യതയാകും എന്ന് കരുതി തന്നെയാണ് കോൺഗ്രസ് ഇദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാത്തത്. ഈ വൃത്തികെട്ട മനോഭാവത്തിന് ഉടമയായിട്ടുള്ള ഈ വ്യക്തി നമ്മുടെ ദളിത് സമൂഹത്തിന് എന്ത് സംഭാവനയാണ് ചെയ്തിട്ടുള്ള ചില വേദികൾ പങ്കിടുന്നതല്ലാതെ ദളിത് സമൂഹത്തിന് ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഒരു ഇത്തൽ കണ്ണിയാണ് ഇദ്ദേഹം. ശബരിമല മതസൗഹാർദ്ദത്തിന്റെ ലോകം അംഗീകരിച്ച ഒരു സ്ഥലം കൂടിയാണ്. അവിടത്തെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള വിഷം എത്ര വലുതാണെന്ന് കേരള സമൂഹം മനസ്സിലാക്കുക തന്നെ വേണം. ശബരിമലയുടെ ആചാരങ്ങൾ ഈ ലോകത്തിന് തന്നെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിനെ വസ്തുതയ്ക്ക് നിരക്കാത്ത ചില കാര്യങ്ങൾ ഇദ്ദേഹം പരാമർശിക്കുമ്പോൾ ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ മുറിപ്പാട് തന്നെയാണ്. ഇദ്ദേഹം അയ്യപ്പ വിശ്വാസികളോട് മാപ്പർഹിക്കാത്ത തെറ്റ് തന്നെയാണ് ഇദ്ദേഹം ചെയ്തിട്ടുള്ളത്.